Welcome to the course on Power Generation, Transmission and Protection. We are discussing Module 4. Okay, Module 4. Today we are entering to HVDC transmission, comparison between AC and DC transmission systems and types of DC links. High voltage transmission or high voltage DC transmission, HVDC. ഓക്കെ, ഇപ്പൊ നമ്മള് ഡയറക്റ്റ് കറണ്ട് യൂസ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട്? ടു ഫോം എ അസിൻക്രോണസ് ലിങ്ക് ബിറ്റ്വീൻ ടു എ സി സിസ്റ്റംസ്. ഓക്കെ, അപ്പൊ എന്ത് വേണ്ടി വരും? അവിടെ രണ്ട് കൺവേർട്ടർ സ്റ്റേഷൻസ് വേണ്ടി വരും രണ്ട് എൻഡിലും. ഓക്കെ, ദേ ആർ കണക്റ്റഡ് ബൈ എ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, ഈ കൺവേർട്ടർ സ്റ്റേഷന്റെ മെയിൻ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രാൻസ്ഫോമറും തൈറിസ്റ്റർ വാൽവും ഒക്കെ ആയിരിക്കും. ഓക്കെ, അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോക്ക്, ഫിൽറ്റേഴ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അറ്റ് ഈച്ച് എൻഡ്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഷുവർ സ്മൂത്ത് ഡയറക്റ്റ് കറന്റ് ആൻഡ് ടു സപ്രസ് ഹാർമോണിക്സ്. സോ ദിസ് ഇസ് ദ ലൈൻ ഡയഗ്രാം ഓഫ് എ ടിപ്പിക്കൽ HVDC ട്രാൻസ്മിഷൻ ലൈൻ. ഓക്കെ, നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാം. EHV-AC ആൻഡ് HVDC സിസ്റ്റം, ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പയർ ചെയ്ത് നോക്കാം. EHV-AC എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഹൈ വോൾട്ടേജ് ആൾട്ടർനേറ്റിംഗ് കറന്റ് ട്രാൻസ്മിഷൻ സിസ്റ്റം, ഹൈ വോൾട്ടേജ് DC ട്രാൻസ്മിഷൻ സിസ്റ്റം, HVDC സിസ്റ്റം. ഇതിന്റെ കമ്പാരിസൺ ആണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ്, ഇൻ ടേംസ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഏതൊക്കെയാണ് അതിനകത്ത് വരുന്നത്? ലൈൻ കോസ്റ്റ്, സബ്സ്റ്റേഷൻ കോസ്റ്റ്, നമ്പർ ഓഫ് സർക്യൂട്ട്സ്, ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷൻസ് റിക്വയർഡ്. ഓക്കെ, സോ ലൈൻ കോസ്റ്റ് നോക്കുമ്പോൾ EHV-AC സിസ്റ്റത്തിന്റെ കേസിൽ ഹയർ ആണ്. ഇൻ HVDC സിസ്റ്റം ഇറ്റ്സ് ലോ. ഓക്കെ, സബ്സ്റ്റേഷൻ കോസ്റ്റ് ലോവർ ആണ് ഇൻ കേസ് ഓഫ് EHV-AC. HVDCയുടെ കേസിൽ ഭയങ്കര കൂടുതലാണ്. സോ കുറെ കൂടെ അഡ്വാൻസ്ഡ് ആയ എക്യുപ്മെന്റ്സ് ഒക്കെ HVDCയുടെ കേസിൽ വേണ്ടി വരും. നമ്പർ ഓഫ് സർക്യൂട്ട്സ് AC-യുടെ കേസിൽ കൂടുതലാണ്, HVDCയുടെ കേസിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്റർമീഡിയറ്റ് സബ്സ്റ്റേഷൻ റിക്വയർഡ് ഇൻ കേസ് ഓഫ് EHV-AC വേണ്ടി വരും. ഓക്കെ, HVDCയുടെ കേസിൽ നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇതിന്റെ ബേസിസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബിക്കം, ദാറ്റ് ഈസ് HVDC സിസ്റ്റം ബിക്കം എക്കണോമിക്കൽ എപ്പോഴാണ്? എബവ് 800 മെഗാവാട്ട് ഒക്കെയാണ് പവർ റേഞ്ച് എങ്കിൽ. ഓക്കെ, സ്കിൻ എഫക്റ്റ് നോക്കുവാണെങ്കിൽ EHV-AC-യുടെ കേസിൽ പ്രസന്റ് ആണ്, HVDC-യുടെ കേസിൽ സ്കിൻ എഫക്റ്റ് ഇല്ല. ഓക്കെ, ഗ്രൗണ്ട് റിട്ടേൺ നോക്കുവാണെങ്കിൽ EHV-AC-ന്റെ സിസ്റ്റത്തിൽ നോട്ട് പോസിബിൾ. ഓക്കെ, AC സിസ്റ്റത്തിൽ നമുക്കത് പോസിബിൾ ആവാത്ത കാര്യമാണ്. ഇൻ HVDC-യുടെ കേസിൽ അത് പോസിബിൾ ആണ്. ഓക്കെ, HVDC സബ്സ്റ്റേഷൻ ഹാസ് എ പവർ ലോസസ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈൻ ലോസസ്. ലൈൻ ലോസസ് നോക്കുവാണെങ്കിൽ എന്താണ്? ഹൈ ആണ്. EHV-AC സിസ്റ്റത്തിന്റെ കേസിൽ ഹൈ ആണ്, DC-യുടെ കേസിൽ ലോസ് കുറവായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് പവർ ട്രാൻസ്ഫർ. ഓക്കെ, പവർ ട്രാൻസ്ഫറിന് AC-യുടെ കേസ് പറയുകയാണെങ്കിൽ ദ ലിമിറ്റ് ഇമ്പോസ്ഡ് ബൈ ദ പവർ ആംഗിൾ ആൻഡ് ലൈൻ ഇൻഡക്റ്റീവ് റിയാക്ടൻസ്. ഓക്കെ, മറ്റേ DC-യുടെ കേസിലോട്ട് വരുമ്പം അതിനൊരു ലിമിറ്റ് ഇല്ല. ഓക്കെ, വോൾട്ടേജ് കൺട്രോൾ നോക്കുവാണെങ്കിൽ ഡിഫിക്കൽട്ട് ഫോർ ലോങ് ലൈൻസ് ഡ്യൂ ടു സീരീസ് ഇൻഡക്ടൻസ് ആൻഡ് ഷണ്ട് കപ്പാസിറ്റൻസ് ഇൻ കേസ് ഓഫ് AC സിസ്റ്റം ആണ്. ഓക്കെ, DC-യുടെ കേസിൽ വോൾട്ടേജ് കൺട്രോൾ ഈസിയർ ആണ്. ഓക്കെ, കോമ്പൻസേഷൻ റിക്വയർമെന്റ്സ് നോക്കുവാണെങ്കിൽ സീരീസ് ഷണ്ട് കോമ്പൻസേഷൻസ് ആർ നെസസറി ഇൻ കേസ് ഓഫ് AC സിസ്റ്റം. നോ കോമ്പൻസേഷൻ റിക്വയർഡ് ഫോർ DC സിസ്റ്റംസ്. ഓക്കെ, ദെൻ കൊറോണ ആൻഡ് റേഡിയോ ഇന്റർഫറൻസ് നോക്കുവാണെങ്കിൽ AC-യിൽ മോർ ആണ്, DC-യിൽ ലെസ് ആണ്. റിലയബിലിറ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ AC ലെസ്സർ റിലയബിൾ ആണ്, DC മോർ റിലയബിൾ ആണ്. ഷോർട്ട് സർക്യൂട്ട് കറന്റ് ലാർജ് ഇൻ കേസ് ഓഫ് AC സിസ്റ്റംസ്, സ്മോൾ ഇൻ കേസ് ഓഫ് DC സിസ്റ്റം. കൺട്രോൾ സിസ്റ്റം പോയിന്റ് വ്യൂ നോക്കുവാണെങ്കിൽ AC ട്രാൻസ്മിഷൻ ആണ് സിംപ്ലർ, ചീപ്പർ ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് കൺട്രോൾ. അതായത് അതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തൊരു സിസ്റ്റം ആണ്. ഓക്കെ, ഇനി DC-ലോട്ട് വരുമ്പോൾ ഡിഫിക്കൽട്ട്, കോസ്റ്റിയർ, പക്ഷേ ഫാസ്റ്റ് ആൻഡ് ആക്യുറേറ്റ് കൺട്രോൾ ആയിരിക്കും ഇൻ കേസ് ഓഫ് DC സിസ്റ്റം. ഓക്കെ, സോ ഇന്റർ കണക്ഷൻസിന് ഇന്റർ കണക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം. HVDC സിസ്റ്റം ആണ് മോർ അഡ്വാൻറ്റേജസ് ഡ്യൂ ടു സുപ്പീരിയർ കൺട്രോൾ ഫെസിലിറ്റീസ്. ഓക്കെ, സോ ഇതാണ് കമ്പാരിസൺ ബിറ്റ്വീൻ AC ആൻഡ് DC സിസ്റ്റംസ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ എൻറ്ററിങ് ടു ടൈപ്സ് ഓഫ് HVDC ലിങ്ക്സ്. ഓക്കെ, ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് HVDC ലിങ്ക്സ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തേത് മോണോപോളാർ ലിങ്ക്. ഓക്കെ, മോണോപോളാർ ലിങ്കിന്റെ കേസിൽ അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂ.
ഓക്കെ, റിട്ടേൺ പാത്ത് എന്ന് പറയുന്നത് ഏത് വഴിയായിരിക്കും? പെർമനന്റ് എർത്ത് ആയിരിക്കും ഓർ വിയ സി ആയിരിക്കും. ദിസ് ഇസ് ദ ഡയഗ്രാം ഫോർ മോണോപോളാർ ലിങ്ക് കോൺഫിഗറേഷൻ. ഓക്കെ, റിട്ടേൺ പാത്ത് എന്ന് പറയുന്നത് പെർമനന്റ് എർത്ത് ഓർ സി ആയിരിക്കും. ഓക്കെ, ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് യൂഷ്വലി ഓപ്പറേറ്റ്സ് വിത്ത് നെഗറ്റീവ് പൊളാരിറ്റി. ഓക്കെ, എന്തുകൊണ്ടെന്ന് വിചാരിച്ചാൽ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചാൽ ടു റെഡ്യൂസ് കൊറോണ ലോസ് ആൻഡ് റേഡിയോ ഇന്റർഫറൻസ്. അത് കുറയ്ക്കാനാണ് ഇത് നെഗറ്റീവ് പൊളാരിറ്റിയിൽ ഓപ്പറേറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ഓൾറെഡി സെറ്റ് ദ റിട്ടേൺ പാത്ത് ഈസ് പ്രൊവൈഡഡ് ബൈ ഗ്രൗണ്ട് ഓർ വാട്ടർ. ഓക്കെ, പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് കോസ്റ്റ് കൺസിഡറേഷൻ ആണ്. ഓക്കെ, കോസ്റ്റ് വളരെ കുറവായിരിക്കും. പിന്നെ ഇതുപോലത്തെ ഒരു കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബൈപോളാറിന്റെ കേസിലോട്ട് വരുമ്പം ദിസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് എ ബൈപോളാർ ലിങ്ക്. ഓക്കെ, അതുകൂടാതെ മോണോപോളാർ ലിങ്ക് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഓൾ മോർ എക്കണോമിക്കൽ കമ്പയറിംഗ് ടു ബൈപോളാർ ലൈൻ. എന്തുകൊണ്ടാണ്? അത് ഗ്രൗണ്ട് റിട്ടേൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരു മെറ്റാലിക് കണ്ടക്ടറിന്റെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ അതിന്റെ ലോസസിനെയും കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് ഈ ഗ്രൗണ്ട് റിട്ടേണിന് പകരം മെറ്റാലിക് റിട്ടേണും യൂസ് ചെയ്യാം ഇവിടുത്തെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈപോളാർ ഡി സി ലിങ്ക്. നമുക്ക് നോക്കാം എന്താണ് ബൈപോളാർ ഡി സി ലിങ്ക് എന്നുള്ള കാര്യം. ഓക്കെ, ബൈപോളാർ ലിങ്ക് എന്ന് പറയുമ്പം ഓവർഹെഡ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷന്റെ കേസിൽ കോമൺലി യൂസ് ചെയ്യുന്ന സിസ്റ്റം ആണ്. ഓക്കെ, ഇതിന്റെ കേസിൽ ദർ ആർ ടു കണ്ടക്ടേഴ്സ്. ഓക്കെ, അതിൽ ഒന്നെന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് വിത്ത് പോസിറ്റീവ് പൊളാരിറ്റി ആൻഡ് അതർ വൺ ഈസ് വിത്ത് നെഗറ്റീവ് പൊളാരിറ്റി. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എർത്ത് ടവർ സ്ട്രക്ചർ. സോ ദിസ് ഈസ് ദ ബൈപോളാർ ലിങ്ക് കോൺഫിഗറേഷൻ. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഇഫ് നമ്മുടെ ഒരു വൺ പോൾ ഈസ് ഐസൊലേറ്റഡ് ഡ്യൂ ടു ഫോൾട്ട് കാരണം ഐസൊലേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പം അതർ പോൾ ക്യാൻ ഓപ്പറേറ്റ് വിത്ത് ഗ്രൗണ്ട്. ഓക്കെ, മറ്റേ പോളിന് എന്ത് ചെയ്യാൻ പറ്റി? ഗ്രൗണ്ടുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും ആൻഡ് ക്യാരി ദ ഹാഫ് ഓഫ് ദ റേറ്റഡ് ലോഡ്. സോ ഏതെങ്കിലും ഒരെണ്ണം പോയാലും മറ്റേത് ഗ്രൗണ്ടുമായിട്ട് വിത്ത് റെസ്പെക്ട് ടു ഓപ്പറേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ടോട്ടൽ പവറിന്റെ ഹാഫിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. Okay, also we can say that there are two converters that are equal with the equal voltage rating. So they are connected in series at each end of the DC line. Okay, ആണല്ലോ, രണ്ട് കൺവേർട്ടേഴ്സ് ഉണ്ട് ഓഫ് ഈക്വൽ വോൾട്ടേജ് റേറ്റിംഗ് ആണ്. ദേ ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എവിടെയാണ്? അറ്റ് ഈച്ച് എൻഡ് ഓഫ് ദ DC line. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ദ ന്യൂട്രൽ പോയിന്റ്സ്. ഓക്കെ, ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ നടുക്കുള്ള ദാറ്റ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ കൺവേർട്ടേഴ്സ് ആണ്. ദാറ്റ് മേ ബി ഗ്രൗണ്ടഡ്. എവിടെയൊക്കെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും? അറ്റ് വൺ എൻഡ് ഓർ ബോത്ത് എൻഡ്. രണ്ട് എൻഡിൽ നമുക്ക് ഗ്രൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ വെൻ കറന്റ് ഇൻ ടു കണ്ടക്ടേഴ്സ് ആർ ഈക്വൽ. ഓക്കെ, അപ്പൊ എന്താ സംഭവിക്കുക? ഗ്രൗണ്ട് കറന്റ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഓക്കെ, ദിസ് ആർ ദ പോയിന്റ് വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ്. അതെന്ന് പറയുന്നത് ഒരു പോള് ഐസൊലേറ്റ് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ മറ്റേത് ഗ്രൗണ്ടുമായിട്ട് വിത്ത് റെസ്പെക്ട് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ വോൾട്ടേജ് റേറ്റിംഗിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, അത് രണ്ടും ഈക്വൽ വോൾട്ടേജിലാണ്. രണ്ട് എൻഡിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ന്യൂട്രൽ പോയിന്റ് നമുക്ക് ഒരു ജംഗ്ഷൻ ഒരു എൻഡിൽ ന്യൂട്രൽ പോയിന്റ് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് എൻഡിലും കണക്ട് ചെയ്യാൻ പറ്റും. ഓൾസോ വേറൊരു പ്രശ്നം ഇതെന്ന് പറയുന്നത് ഓക്കെ, രണ്ട് സൈഡിലും ഈക്വൽ കറണ്ട് ആണെങ്കിൽ നമ്മുടെ എന്ത് സംഭവിക്കും? ന്യൂട്രൽ കറണ്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഹോമോപോളാർ ലിങ്ക്. നമുക്ക് നോക്കാം എന്താണ് ഹോമോപോളാർ ലിങ്ക് എന്നുള്ള കാര്യം. ഓക്കെ, ഹോമോപോളാർ ലിങ്കിന്റെ ഫിഗർ ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതിനെന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കണ്ടക്ടേഴ്സ് ഉണ്ടാവും. ഓക്കെ, ദേ ഹാവിങ് സെയിം പൊളാരിറ്റി. ഓക്കെ, സെയിം പൊളാരിറ്റി ആയിരിക്കും. യൂഷ്വലി അതിന്റെ പൊളാരിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് പൊളാരിറ്റി ആയിരിക്കും. ഓക്കെ, ഇതില് ഓൾവേസ് ഓപ്പറേറ്റ്സ് വിത്ത് എ ഗ്രൗണ്ട് ആസ് എ റിട്ടേൺ കണ്ടക്ടർ ആയിരിക്കും. പിന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ഫോൾട്ട് ഒക്കർ എന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു കണ്ടക്ടറിൽ. ഓക്കെ, ദ ഹോൾ കൺവേർട്ടർ എക്യുപ്മെന്റ് ക്യാൻ ബി റീകണക്റ്റഡ്. എങ്ങനെയാന്ന് വിചാരിച്ചാൽ ദ ഹെൽത്തി കണ്ടക്ടർ ക്യാൻ സപ്ലൈ പവർ. ആ രീതിയിൽ നമുക്ക് ഹോൾ സിസ്റ്റത്തെ റീകണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ഇറ്റ്സ് പ്രിഫേർഡ് ടു എ ബൈപോളാർ ലിങ്ക്. എന്താ വെച്ചാൽ അവിടെ എന്തുണ്ട്? പ്രൊവൈഡഡ് വിത്ത് കണ്ടിന്യൂസ് ഗ്രൗണ്ട് റിട്ടേൺസ്. ഇറ്റ് ഡസ് നോട്ട് പോസ് അഡീഷണൽ പ്രോബ്ലംസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് HVD സിസ്റ്റം എന്താന്ന് പഠിച്ചു, അതിന്റെ കമ്പാരിസൺ DC AC കമ്പാരിസൺ പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് DC ലിങ്ക്സ് പഠിച്ചു. ഓക്കെ, വീഡിയോസ് ഒന്നുകൂടെ കാണാം, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. താങ്ക് യു.